ലെറ്റർ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി കൊടുക്കുന്നു. അഹമ്മദ് നിങ്ങൾക്ക് ആ കത്ത് വായിച്ച് ഞാൻ ചുരുക്കുന്നു. അഹമ്മദ് നിങ്ങൾ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ കത്തുമായി വന്ന സഹോദരൻ എന്ത് കൊടുക്കും റബ്ബേ? കയ്യിൽ കാശില്ലല്ലോ. തന്റെ കയ്യിലുള്ള താൻ അകത്തേക്ക് പോയി തന്റെ കന്തൂറ ഊരിക്കൊണ്ട് കാശില്ലാത്ത മഹാന്മാർ സാലിഹീങ്ങളായ അയിമ്മത്തിന് മുഴുവനും ദാരിദ്ര്യമായിരുന്നു. അവരിവിടെ പൈസക്ക് വേണ്ടി നടന്നെങ്കിൽ ലോകം അവരുടെ മുമ്പിലാകുമായിരുന്നു. ഇമാം മാലിക് തങ്ങൾക്ക് സ്വന്തം ഒരു വീടില്ലായിരുന്നു. മരിക്കുന്നത് വരെ വീടില്ലായിരുന്നു. വീട്ടിലൊരു അടുപ്പ് പോലുമില്ലായിരുന്നു. താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ വരെ അടുപ്പ് പോലുമില്ലായിരുന്നു. കാരണം ഭാര്യയും 2 മക്കളും ഹദീസ് പഠിക്കലിന് തടസ്സം വരുമെന്ന നിലക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ കാലോചിതമായി അന്നത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ ആ ടൈമിൽ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഹദീസ് പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ച് ഒരു അടുപ്പ് പോലും ഉണ്ടാക്കാത്ത ഇമാം മാലിക് തങ്ങൾ. മഹാന്മാരെ മുഴുവനും ചരിത്രം എങ്ങനെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് തന്ന ബസ്ത് അല്ലാഹു എത്രയാണ് നമുക്കൊക്കെ തന്നത്. അല്ലാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കത്തിനെ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്തിന് പ്രതിഫലമായി നടന്നു വന്ന് വിഷമിച്ച് അതാ കാലങ്ങൾ താണ്ടി വന്നതായ ഈ സഹോദരന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ അഹ്മദ് നമ്പൽ അകത്തേക്ക് കയറിക്കൊണ്ട് അവിടുന്ന് ധരിച്ചതായ ഒരു കന്തൂറയുണ്ട്, അത് ഊരിക്കൊണ്ട് മടക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇതുമായി ഇമാമുൽ ശാഫിഈ തങ്ങളരികിൽ വന്ന് കത്ത് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയുന്നു, വല്ലതും തന്നിരുന്നോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? അവിടുന്ന് തരാമൊന്നും കയ്യിലുണ്ടാവൂല. അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് കൊടുക്കാം. ഇവിടെ കയ്യിലുണ്ടായിട്ടല്ല കൊടുക്കാന്ന് മനസ്സിലാക്കിയിട്ടാ പറഞ്ഞത്. ഇത് പറയുമ്പോൾ പറയുന്നു, അതേ അവിടുന്ന് ധരിച്ചൊരു കന്തൂറ എനിക്ക് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കന്തൂർ ഒന്ന് കാണിച്ചാട്ടെ. ഇതാരാ പറയുന്നത്? സഹോദരന്മാരെ, ഉസ്താദ്, അതും ഏത് ഉസ്താദ്? ഇമാമുൽ ശാഫിഈ തങ്ങൾ. ആ കന്തൂർ ഒന്ന് തന്നാട്ടെ. വാങ്ങി അകത്തേക്ക് പോയിട്ട് ഒരു പാത്രം എടുത്തതിൽ വെള്ളം നിറച്ചിട്ട് ഈ കന്തൂർ അതിലിട്ട് മുക്കിക്കൊണ്ട് താൻ കുടിക്കുന്നു. തന്റെ ശിഷ്യന്റെ വേർപ്പ് ദേഹത്തേക്കായി കിട്ടണം, വയറ്റിനകത്തേക്കാവണം. റസൂലുള്ളാഹി സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് എന്റെ കുട്ടിയുടെ വേർപ്പ് എന്റെ വയറിലേക്കാകട്ടെ എന്ന് ചിന്തിച്ച മനസ്സിന്റെ ഉടമകളായ ആ മഹാന്മാർ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് എത്ര സംഭവങ്ങളാണ് ഇങ്ങനെ പറയാനുള്ളത്. അതാ സമയദൈർഘ്യം ഭയന്ന് ഞാൻ നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടൂ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ഉറങ്ങരുത് സഹോദരാ. ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുഗന്ധങ്ങളൊക്കെ തേച്ച് അതാ ഭാര്യമാരെയും മക്കളൊക്കെ ഉണർത്തി അവര് സ്വലാത്ത് ചൊല്ലട്ടെ, മൗലിദ് ചൊല്ലട്ടെ. നമ്മൾ പള്ളിയിലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ റസൂലിലെ ജനിച്ച അതേ ടൈമിനെ കാത്തിരുന്നുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പള്ളികളിൽ നിന്ന് സുബഹിക്ക് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങല്ലേ? റസൂലുള്ള നമ്മുടെ രോദനയും കേൾക്കട്ടെ. നമ്മൾ പള്ളിയിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് കരയൂ, റസൂലുള്ളാഹിലേക്ക് കൈ കാണിക്കൂ, അശ്റഖ ബൈത്തുകൾ ചെല്ലുമ്പോൾ മദീനയിലേക്ക് കൈ കാണിച്ച് സങ്കടങ്ങൾ പറയൂ. ഓരോ വരികളും ചൊല്ലുമ്പോൾ അർത്ഥമറിയുന്നവർ അർത്ഥത്തിലേക്ക് ചിന്തിച്ചു. അല്ലാത്തവർ റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ. യാ നബി സലാം, നബിയേ എന്റെ സലാം തങ്ങൾക്ക്. യാ ഹബീബ് സലാം, സ്നേഹിക്കപ്പെടുന്നവരെ എന്റെ സലാം തങ്ങൾക്ക്. യാ റസൂൽ സലാം, ഞങ്ങളുടെ റസൂലേ തങ്ങൾക്ക് സലാം എന്നിങ്ങനെ പറയുമ്പോൾ എന്നെ റസൂലുള്ള കാണണം, എന്നെ റസൂലുള്ള അറിയണം. എന്റെ മനസ്സിലെ വിഷമങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, മകളെ കെട്ടിക്കാനുള്ളത് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ മദീനയിൽ അറിയണം. മനസ്സിലൊക്കെ കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് സലാം പറയൂ. 12 ബഹുമാനിക്കൂ. മഹാന്മാരൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇമാമുൽ ശാഫിഈ തങ്ങൾ തന്റെ സീറത്തുൻ നബവിയിൽ പറയുന്നു, റസൂലുള്ളാഹിനെ കാണുന്നു. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, മാദാ തഖൂലു ഫി അമലിൽ വലായിം ഫി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലൊക്കെ മുസ്ലിമീങ്ങളൊക്കെ ലോകത്തെമ്പാടും നടക്കുന്ന പണിയാണല്ലോ ഭക്ഷണ വിതരണം. എന്തുണ്ട് നബിയെ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നു? റസൂലുള്ള പറയുന്നു, മൻ ഫരിഹബിനാ ഫരിഹ്നാ ബി. എന്നെ പറ്റി ആരെങ്കിലും സന്തോഷിച്ചാൽ അവന്റെ കാര്യത്തിൽ എനിക്കും സന്തോഷമുണ്ട്. ആ ഒരു ഇനത്തിൽ നമ്മൾ പെടണം. ഈ തോരണങ്ങൾ തൂക്കിയത്, ഈ ഫ്ലക്സ് ബോർഡുകൾ വെച്ചത്, ഈ ബാനറുകൾ വെച്ചത്, ഈ നമ്മൾ ഇന്ന് പ്രകടനം നടത്തിയത്, അതിലുള്ള ഓരോ സ്വലാത്തുകളും ഒക്കെ മദീനയിലെത്തിയിട്ടുണ്ട് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നമുക്ക് വേണം. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മൗലിദ് ഓതൂ, വീടുകളിലോതൂ, കുടുംബത്തിലോതൂ, പള്ളികളിലോതൂ. റസൂലുള്ളാഹിന്റെ സ്നേഹം വാങ്ങൂ.
അല്ലാത്ത കാലത്ത് റസൂലുള്ളാഹിന്റെ മാദിഹായി തീരൂ. നബി തങ്ങളുടെ ബന്ധമില്ലാതെ നമ്മൾ രക്ഷപ്പെടുകയില്ല. ആ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് മനസ്സ് കൊടുക്കൂ. നിങ്ങളുടെ പ്രയാസങ്ങൾ നബി തങ്ങളോട് പറയൂ, അവിടത്തോട് ബന്ധപ്പെടൂ, സ്വലാത്തുകൾ അധികരിപ്പിക്കൂ. എന്റെ ഒരു പരിചയക്കാരൻ പറയുന്നു, വീട്ടിൽ 6 പേരുണ്ട്, ഭാര്യയടക്കം ചെറിയ മകൻ 6 വയസ്സാണ്. അവരടക്കം എന്റെ മരുമകനും എന്റെ ഭാര്യയും ഞാനും 6 വയസ്സായ എന്റെ മകന് വരെ അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്ന് എന്റെ മരുമകനടക്കം രാത്രിയിൽ കൂടിയിരുന്നു കൊണ്ട് 2000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ റസൂലുള്ള ഈ 6 വയസ്സായ കുഞ്ഞന്റെ അരികിൽ വരെ ഉറക്കത്തിൽ വന്നിട്ടുണ്ട്. കുഞ്ഞൻ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു വണ്ടിയിൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ കയറി. ഞാൻ റസൂലാണെന്ന് എന്നോട് പറഞ്ഞ് ഈ 6 വയസ്സുള്ള കുട്ടിനോട് ഉപ്പ പറഞ്ഞു, പോടാ ഇത് കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞൻ അങ്ങ് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞ്, ഞാൻ കണ്ടുകിണ് പോവാന്ന് പറഞ്ഞ് കരഞ്ഞു. എങ്ങനെയാണ് എന്റെ കുട്ടി കണ്ടത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നമ്മുടെ വീടുകളൊക്കെ എന്തോ ആയിപ്പോയി. ചൈത്താമ്പട്ടി വെച്ചിട്ട് അതിലുള്ള ചിത്രം മുഴുവൻ കണ്ട് നമ്മുടെ വീട് മുഴുവൻ പിശാചിന്റെ കേന്ദ്രമായി പോയി. പേരോട് ഉസ്താദിന്റെ കേസറ്റ് അപ്പുറത്ത്, ഖലീൽ തങ്ങൾ പാപ്പാന്റെ കേസറ്റ് ഇപ്പുറത്ത്, മറ്റേ വാളി ഇപ്പുറത്ത്, അപ്പുറത്ത് സിനിമാ നടന്റെ ചിത്രവും. ഈ രൂപത്തിൽ നമ്മുടെ വീടുകൾ മുഴുവനും അശണ്ടയായി പോയി. മുസ്തഫ നബി തങ്ങൾ തിരിഞ്ഞു നോക്കാത്ത രൂപത്തിലായി പോയി. വഹാബിയുടെ പ്രസിദ്ധീകരണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് വെക്കേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും തമ്മാടികളുടെ കൂടെയായി പോയി നമ്മുടെ മനസ്സ്. ഇതോടുകൂടെ നമ്മൾ മനസ്സകന്നു റസൂലുള്ളാഹിനെ തൊട്ട്. അതൊക്കെ മാറ്റി ഒരു വേള തൗബ ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് നീങ്ങൂ. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് വാള് പറയാനുണ്ട്. ഇനി ഉസ്താദിന് 2 മണിക്കൂർ പൂർണ്ണമായും ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ 12:30 വരുള്ളൂ. റസൂലുള്ളാഹിന്റെ മൗലിദ് ദിവസമാണിന്ന്. ഒരിക്കലും നമ്മൾ ആരും പോകരുത്. ഞാൻ പോകുന്നത് ഒരു മൗലിദിനാണ്. ഞാൻ കിടന്നുറങ്ങാൻ പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പോകരുത്. തങ്ങൾ പാപ്പ വന്ന് ആ റസൂലുള്ളാഹിന്റെ കുട്ടിയാണല്ലോ. സയ്യിദന്മാരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് നല്ല രൂപത്തിൽ വഹദ് പറയുന്നവരാണ്. സഅദി ഉസ്താദ് ഈ നമ്മളെ കൊടിഞ്ഞിയിൽ ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ വാള് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിന്റെ മദ്ഹ്. അല്ലാഹു സഅദി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 10 ദിവസം നീണ്ടു നിന്ന വാള്. രാഗങ്ങളോ രാഗസ്വരങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളെ മുഴുവൻ